പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയുടെ തലസ്ഥാനം ഏത്? ഹൈദരാബാദ്. ഹൈദരാബാദാണ് പുതുതായി രൂപീകരിക്കപ്പെട്ട തെലങ്കാനയുടെ തലസ്ഥാനം. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചാണ് തെലങ്കാന രൂപീകരിച്ചത്. രാജ്യത്തെ 29ാമത്തെ സംസ്ഥാനമാണ് തെലങ്കാന. 10 വർഷത്തേക്ക് തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും സംയുക്ത തലസ്ഥാനമായിരിക്കും ഹൈദരാബാദ്. 10 വർഷത്തേക്ക് തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും സംയുക്ത തലസ്ഥാനം ഹൈദരാബാദായിരിക്കും. താഴെ പറയുന്നവരിൽ 2013 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം ആരെ? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി ആയിരുന്നു 2013 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം. 2018 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാനയാണ് 2018 അർജുന അവാർഡ് നേടിയത്. 2018 സ്മൃതി മന്ദാന ക്രിക്കറ്റിൽ നേടി അർജുന അവാർഡ്. അത്ലറ്റിക്സിൽ നേടിയത് ജിൻസൺ ജോൺസണാണ്. ജിൻസൺ ജോൺസണാണ് അത്ലറ്റിക്സിൽ അർജുന അവാർഡ് നേടിയത്. 2014 ഇന്ത്യൻ നാഷണൽ ഗെയിംസ് നടക്കുന്ന സ്ഥലം? തിരുവനന്തപുരം. തിരുവനന്തപുരമായിരുന്നു 2014 ഇന്ത്യൻ നാഷണൽ ഗെയിംസ് നടന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് ഗെയിംസ് എന്നാണ് ദേശീയ ഗെയിംസ് അറിയപ്പെടുന്നത്. 2019 നടക്കാൻ പോകുന്നത് 36ാമത് ദേശീയ ഗെയിംസാണ്. ഇത് ഗോവയിലെ പനാജിയിലാണ് നടക്കാൻ പോകുന്നത്. 2019 36ാമത്തെ ഇന്ത്യൻ നാഷണൽ ഗെയിംസാണ് നടക്കാൻ പോകുന്നത്. അത് ഗോവയിലെ പനാജിയിലാണ്. ജൂൺ 19, 2013 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് ദുരിതാശ്വാസ നിധി എത്ര കോടിയാണ്? 1000 കോടി. 2013 ജൂൺ 19 ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് ദുരിതാശ്വാസ നിധി 1000 കോടിയാണ്. ഉത്തരാഖണ്ഡിൽ തീർത്ഥാടകരെ രക്ഷപ്പെടുത്താൻ കരസേന നടത്തിയ ഓപ്പറേഷൻ ഗംഗാപ്രഹാറാണ്. ഓപ്പറേഷൻ ഗംഗാപ്രഹാർ ഉത്തരാഖണ്ഡിൽ തീർത്ഥാടകരെ രക്ഷപ്പെടുത്താൻ കരസേന നടത്തിയ നീക്കമാണ്. വ്യോമസേന നടത്തിയ നീക്കം ഓപ്പറേഷൻ റാഹത്ത് എന്നിവയിൽ അറിയപ്പെടുന്നു. ഓപ്പറേഷൻ റാഹത്ത്. ദേവഭൂമി, പൂക്കളുടെ താഴ്വര എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്. ദേവഭൂമി, പൂക്കളുടെ താഴ്വര എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്. ബദ്രിനാഥ്, കേദാർനാഥ്, ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉത്തരാഖണ്ഡിലാണ്. ബദ്രിനാഥ്, കേദാർനാഥ്, ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉത്തരാഖണ്ഡിലാണ്. ഏറ്റവും അവസാനമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട നേവിഗേഷൻ ഉപഗ്രഹമേത്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം PSLV C-21 ആയിരുന്നു ഏറ്റവും അവസാനമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട നേവിഗേഷൻ ഉപഗ്രഹം. ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം വിക്ഷേപിക്കപ്പെട്ടത് IRNSS-1I ആണ്. IRNSS-1I. ഈ PSLV C-21 ഇന്ത്യയുടെ 100ാമത്തെ ദൗത്യമായിരുന്നു. ഇന്ത്യയുടെ 100ാമത്തെ ദൗത്യം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് PSLVയുടെ പൂർണ്ണരൂപം. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% അടങ്ങിയിരിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പടലത്തിൻ്റെ 90% അടങ്ങിയിരിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 8 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്നും 8 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ഭൗമ ഉപരിതലത്തിൽ നിന്നും 20 മുതൽ 50 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്താണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തെ പ്രധാനമായും 4 പാളികളായി തരംതിരിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ അഥവാ അയണോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ അഥവാ അയണോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ മേഖല സ്ട്രാറ്റോസ്ഫിയർ ആണ്. ക്രോസ്മോസ്ഫിയറിന് പുറത്തുള്ള ഭാഗമാണ് കൊറോണ. ഭൂമിയിൽ നിന്ന് ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം ഫോട്ടോസ്ഫിയർ ആണ്. ഫോട്ടോസ്ഫിയറിന് പുറത്തുള്ള ഭാഗമാണ് ക്രോമോസ്ഫിയർ. ക്രോമോസ്ഫിയറിന് പുറത്തുള്ള ഭാഗമാണ് കൊറോണ. കൊറോണയാണ് സൂര്യൻ്റെ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. സൗരകളങ്കങ്ങൾ ദൃശ്യമാകുന്നത് കൊറോണയിലാണ്.
പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് മാത്രമേ കൊറോണ കാണാൻ കഴിയൂ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? യൂറോക്രോം. യൂറോക്രോമാണ് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായത്. രക്തത്തിൽ നിന്ന് യൂറിയ, ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചു മാറ്റുന്നത് വൃക്കയാണ്. വൃക്കയിലെ നേരിയ കുഴലുകൾ നെഫ്രോൺ എന്നിവയിൽ അറിയപ്പെടുന്നു. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫാണ്. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ ലിംഫാണ്. നർമ്മദ, താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രമേത്? അറബിക്കടൽ. അറബിക്കടലാണ് നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. ഡക്കാനെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്നത് നർമ്മദയാണ്. ഡക്കാനെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്നത് നർമ്മദയാണ്. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. വിന്ധ്യ സത്പുര പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദയാണ്. അറബിക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി സിന്ധുവാണ്. അറബിക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി സിന്ധുവാണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദ്രമാണ് ഇന്ത്യൻ സമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ചെങ്കടൽ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ചെങ്കടൽ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ബിഗ് റെഡ് എന്നറിയപ്പെടുന്ന മരുഭൂമി ഏത്? സിംസൺ. സിംസൺ മരുഭൂമിയാണ് ബിഗ് റെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മരുഭൂമി. ഓസ്ട്രേലിയയിലാണ് സിംസൺ മരുഭൂമി. ഓസ്ട്രേലിയയിലാണ് സിംസൺ മരുഭൂമി. വാർഷിക വർഷപാതം 250 മില്ലിലിറ്ററിൽ താഴെ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് മരുഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. അറ്റക്കാമ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. സലാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. സലാർ മരുഭൂമിയും അറ്റക്കാമ മരുഭൂമിയും തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2013 കണക്കനുസരിച്ച് ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക്. ഇതിന് ശരിയുത്തരമല്ല, ഒഴിവാക്കിയതാണ്. തൊഴിൽ ലഭ്യതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ്. തൊഴിൽ ലഭ്യതയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്തും മഹാരാഷ്ട്രയുമാണ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon. നിങ്ങളൊരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്കായി ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്ട് 7558071990 ecpsc2@gmail.com. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്റ്റ് 7558071990 അതല്ലെങ്കിൽ ecpsc2@gmail.com. നിങ്ങൾ ഒരു ജോലി നോക്കുകയാണോ? സർക്കാർ, അർദ്ധ സർക്കാർ, പ്രൈവറ്റ് സ്ഥാപനം തുടങ്ങിയവയിലേക്കുള്ള ഒഴിവുകൾ, വിദേശത്തേക്കുള്ള ഒഴിവുകൾ എന്നിവ നേരത്തെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് വേക്കൻസി ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ
മെസ്സേജ് അയയ്ക്കുക. അഡ്മിൻ 97 44 88 59 63. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ തേടുന്നുവോ? കോൺടാക്റ്റ് 75 58 07 1990 അതല്ലെങ്കിൽ ecpsc2@gmail.com.